ഇന്നത്തെ റെസിപ്പി ഞണ്ട് റോസ്റ്റാണ്. ഞണ്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഞണ്ട് റോസ്റ്റ് ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ഞണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ ഞണ്ട് മേടിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണേ. ഞാനൊരു 300 ഗ്രാം ഞണ്ട് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കടുകിട്ടതിന് ശേഷം 2 സവാള കട്ട് ചെയ്ത് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി വന്നാൽ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മസാലപ്പൊടികൾ ആവശ്യത്തിനായി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ശേഷം പകുതി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്തതിന് ശേഷം മസാല ഒന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് നമ്മൾ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. നന്നായി ഇളക്കി മസാല അതിന് പിടിച്ചതിന് ശേഷം ഞണ്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.